നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ സൂ ആണെങ്കിൽ ആ ഒരു പ്രിന്ററിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കലായിരിക്കും. ഇതേ ടൈം സിങ് ആണെങ്കിൽ അവിടെ ഹറി ബറി ആയിട്ട് വരുന്നുണ്ടാവും. അവൾക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടാവേ, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടിട്ടായിരിക്കും അവള് വരുന്നുണ്ടാവും. ഇതേ ടൈം ലീവ് വിളിച്ചിട്ടാണെങ്കിൽ പറയും, എടാ എൻ്റെ ഒരു ക്ലയന്റ് ആണെങ്കിൽ നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന് പക്ഷേ നിങ്ങൾ അവരോട് എന്തായാലും ടോക്ക് ചെയ്യണം, അല്ലാണ്ട് ആ ഒരു സംഭവം നടക്കൂല എന്ന് പറയേ. സിങ് ആണെങ്കിൽ പറയും, എനിക്കൊരു അർജന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്, അയാളോട് ആ ഒരു മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഇല്ലടാ അയാൾ നാളെ ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് പോകും, പിന്നെ അയാൾ എപ്പോൾ വരുമെന്ന് അറിയില്ല, നിന്റെ അസിസ്റ്റന്റിനെ വിട്ടോന്ന് പറയേ. നമ്മളെ സൂ ആണെങ്കിൽ ലീന്റെ പേര് കേട്ടേ വായും പൊളർന്നിട്ട് നോക്കുന്നതായിരിക്കും. ലീ ആണെങ്കിൽ അസിസ്റ്റന്റിനെ വിട്ടോന്ന് പറയുമ്പോൾ നമ്മൾ സൂവിന്റെ സന്തോഷം ഞാൻ പറയണ്ടല്ലോ, അവനാണെങ്കിൽ പറയും ഞാൻ പോയിക്കോളൂ, ഒരു പേടിയും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ പെണ്ണിന്റെ ക്ലയന്റ് ആയിട്ടുള്ള വൂ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ ഒരു വൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഈ പെമ്പിളറോടെല്ലാം ഒരുമാതിരി കളി കളിക്കുന്ന ഒരു ആളില്ലേ, അങ്ങനത്തെ ഒരു തനായിരിക്കും. അപ്പൊ ഈ ഒരു വൂനാണെങ്കിൽ നമ്മുടെ ലീന്റെ മേലെ ഒരു കണ്ണുണ്ട്, അതുകൊണ്ടായിരിക്കും ഈ ഒരു മീറ്റിംഗ് തന്നെ അറേഞ്ച് ചെയ്യാന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവുക. വൂ വന്ന പാട് ലീനോടാണെങ്കിൽ എനിക്കൊരു തുള്ളി വെള്ളം വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവേ. നമ്മളെ സൂ ആണെങ്കിൽ നമ്മളെ കമ്പനീനെ കൊണ്ട് സംസാരിക്കുന്ന ടൈം ഈ വൂന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും, ലീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ മീറ്റ് ചെയ്യാന്നെന്ന് പറഞ്ഞത്, അല്ലാണ്ട് എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മീറ്റിംഗ് ഓവർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ വരുന്ന ടൈം ഇവരും ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ടാവേ. അവളാണെങ്കിൽ മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്തായി എന്നൊക്കെ ചോദിക്കുന്നേരം നമ്മളെ സൂ ആണെങ്കിൽ പറയൂ, നിങ്ങളെ സമയം വേസ്റ്റ് ആക്കിയതിന് സോറി, നിങ്ങൾ പറയുന്ന ആ ഒരു എമൗണ്ടും ആ ഒരു പെർസെൻറ്റേജ് ഒന്നും നമ്മളെ കൊണ്ടാവില്ല, നമ്മളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യേ. ഞാൻ പറഞ്ഞിട്ടില്ല ഇയാൾക്കാണെങ്കിൽ ലീൻ്റെ മേലെ ഒരു കണ്ണുണ്ട് എന്ന്, അയാളാണെങ്കിൽ നമ്മളെ ലീൻ ഇതുപോലെ പിടിച്ചിട്ടില്ലാണെങ്കിൽ പറയും, ഹാ ഞാൻ ഒന്ന് നോക്കട്ടെ, നീ പറഞ്ഞാൽ എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മളെ പെണ്ണിനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. ഇയാൾ ഈ പിടിക്കുന്നതൊന്നും നമ്മളെ സൂന് കണ്ണെടുത്ത് കാണുന്നുണ്ടാവല്ലോ, പക്ഷേ അവനൊന്നും പറയാനും പറ്റൂലല്ലോ. അങ്ങനെ അയാളാണെങ്കിൽ ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും അയാളെ ഭാര്യ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഭാര്യനെ കണ്ടപാടി അയാൾ പേടിച്ചിട്ട് ഇതുപോലെ വായിലത്തെ വെള്ളം വരെ തുപ്പിക്കളയുന്നുണ്ടാവും. എന്തായാലും ഭാര്യേന്റെ കൂടെ ഈ ഒരു വൂന് ജീവിക്കണമെങ്കിൽ നമ്മളെ ലീന മുന്നിലിട്ടേ പറ്റുള്ളൂ. ഇയാളാണെങ്കിൽ പറയും, ഈ ഒരു ലീലെ ഇവളെന്നെ സെഡ്യൂസ് ചെയ്യാൻ നോക്കി, അതുകൊണ്ടാണെന്ന് നോക്കാൻ പറയേ. നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം പിടിക്കും. ഈ ഒരു വൂന്റെ ഭാര്യക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മളെ പെണ്ണിനെ അടിക്കാൻ നോക്കുന്നവര് നമ്മളെ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പെണ്ണുങ്ങളെ കൈമാറ്റിയിട്ട് നേരെ വൂന്റെ മുഖത്തടിക്കും. വൂ ആണെങ്കിൽ അടി കിട്ടിയ പാട് പറയും, ഞാനില്ലേ ഞാൻ നിന്നെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നതാണ്, നീ ഫയർ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ എന്തല്ലോ പറയുന്നുണ്ടാവും. എന്തായാലും ഫയർ ആകുമെന്ന് ഉറപ്പായ നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ, നിങ്ങളെ ഭർത്താവിനെ മര്യാദയ്ക്ക് നിർത്താൻ നോക്കിക്കൊള്ളണം, അല്ലാണ്ട് എൻ്റെ പിന്നാലെ തന്നെ വന്നിട്ട് എന്നെ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടടിക്കും അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ സൂ ആണെങ്കിൽ അന്തം വിട്ട കുന്തം പോലെ ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കുന്നുണ്ടാവും. എത്തുന്ന ടൈം നമ്മളെ സൂ ആണെങ്കിൽ പറയും, ലീ നീ ഒരു ട്രബിളിലാന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കരഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നത്. അവളാണെങ്കിൽ പറയും, നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവേ. എന്നിട്ട് അവൾ നേരെ ഒരു പബ്ബിലേക്കായിരിക്കും പോകുക. എന്നിട്ട് അവളാണെങ്കിൽ ഇതുപോലെ ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് അവളെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കിയാൽ മാക്സിമം അവളാണെങ്കിൽ അവനെ ഒഴിവാക്കാൻ നിൽക്കുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ ഇവളെ ഷോൾഡറിൽ ഇതുപോലെ കൈയിടാൻ നിൽക്കുന്നവരായിരിക്കും. ഒരാൾ വന്നിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. നോക്കുമ്പോൾ ആരാ, നമ്മളെ സ്വന്തം കണ്ണടയായിരിക്കും. കണ്ണടയിൽ നമ്മളെ ലീ ആണെങ്കിൽ ഇംപ്രസ്ഡ് ആകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവനോട് ഡാൻസ് കളിക്കാൻ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കും. അവനും ഓക്കെ പറയുന്നുണ്ടാവും. രണ്ടാളും അങ്ങനെ ഡാൻസ് കളിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇതൊന്നും അറിയാത്ത പാവം നമ്മളെ സുങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ കണ്ണടേൻ്റെ കൂടെ അവൻ്റെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടാവേ. ഇതേ ടൈം ആയിരിക്കും അവളെ ബോസ് വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് അയാളാണെങ്കിൽ ഇവളോട് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നിങ്ങൾക്ക് എന്നെ ഫയർ ചെയ്യണമായിരിക്കും അല്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോരെ, ആ ഒരു വൂ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇത് ചെയ്യുന്നത്, ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ ഇല്ലേ അത് കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ മേലെ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു കോള് കട്ടാക്കുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും, ഞാൻ എപ്പോഴും കൂളല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. അവനാണെങ്കിൽ അവളോട്
നമ്പർ ചോദിക്കുന്നുണ്ടോ. പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുക. പിന്നെ നമ്മളെ കാണുന്നത് നമ്മളെ പെണ്ണിന്റെ ലവ് ആനിവേഴ്സറി ദിവസമായിരിക്കും. നമ്മളെ പെണ്ണും ചെക്കനും ഇന്നത്തെ ദിവസം ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവളാണെങ്കിൽ അവന് ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും. അവൻ ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് ആയിരിക്കും. അങ്ങനെ രണ്ടാളും അവിടെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ടൈം ആയിരിക്കും. അങ്ങോട്ടേക്ക് വേറെ രണ്ടാൾക്കാർ വരുന്നുണ്ടാവുക. ആരല്ലോ ആ ഒരു സാങ്ങും നമ്മളെ ചെക്കനുമേ. സാങ്ങിനാണെങ്കിൽ നമ്മളെ പെണ്ണിനെയും വേറൊരു ചെക്കനെയും കൂടി കണ്ടാലോ ഇൻട്രസ്റ്റ് ആയില്ലേ. അവളെ കൂടെ ഹാൻ ആണല്ലോ ഉള്ളത്, ഹാനിനെ കുശുമ്പ് വരുത്തണല്ലോ. അതുകൊണ്ട് സാങ് ആണെങ്കിൽ നേരെ പോയിട്ട് നമ്മളെ പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. സിങ്ങിനാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല സംസാരിക്കാൻ. പക്ഷേ ഒരാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കാതെ നിൽക്കുന്നത് ഒരു മേനേഴ്സ് ഇല്ലായ്മയല്ലേ. അതുകൊണ്ട് അവൾ സംസാരിക്കുന്നുണ്ടാവേ. അതേ ടൈം സാങ് ആണെങ്കിൽ ഇത് ആരാണെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഇന്ന് നമ്മളെ 4th ആനിവേഴ്സറി ആണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഹാനിന്റെ ഹൃദയം തകരുന്നുണ്ടാവുമായിരിക്കും. എന്നാലും അവൻ കമാന്നുള്ള ഒരു അക്ഷരം ഉണ്ടാണ്ട് അവിടുന്ന് പോകും. അങ്ങനെ ഇവര് രണ്ടാളും ഒരു തിയേറ്ററിന്റെ ഉള്ളിലടിക്കെ കയറുന്നുണ്ടാവുക. ഹാനിന് ഇതൊന്നും കാണുമ്പോൾ സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ അവര് രണ്ടാളും, അതായത് നമ്മളെ സിങ്ങും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ സിങ്ങിനാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവുക. നമ്മളെ സൂ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സൂവിന്റെ സീനിയർ ആണെങ്കിൽ അവരെ കമ്പനി എന്തോ വിൽക്കുന്ന ടൈം മറ്റും അവരെ പ്രിന്റർ ആണെങ്കിൽ റെന്റിന് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു റെന്റിനാണെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇവര് ഫസ്റ്റ് ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിന്റർ ആണെങ്കിൽ ഇവർക്ക് റെന്റിന് കൊടുക്കാമെന്ന് സൂവിന്റെ സീനിയർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ പെണ്ണിനോട് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ടാവേ. അവനാണെങ്കിൽ പറയുന്നുണ്ട് നീ ഇങ്ങനെ തിയേറ്ററിലാന്ന് അറിയാം, ബുദ്ധിമുട്ടിക്കണ്ടിട്ടില്ല, പക്ഷേ വേറെ ഒരു വഴിയും ഇല്ല എന്ന് പറയും. നമ്മളാണെങ്കിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഞാൻ ഇപ്പൊ എത്താന്ന് പറഞ്ഞിട്ട് ആ ഒരു കോള് കട്ടാക്കി. എന്നിട്ട് ഈനെ നോക്കും. ഈക്കാണെങ്കിൽ സംഭവം മനസ്സിലായ ഈന്റെ മുഖലം വാടുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും നിനക്കറിയാലോ ഇപ്പൊ നമുക്കൊരു പ്രിന്റർ അഫോർഡ് ചെയ്യാനേ പറ്റൂല, പ്ലീസ് ഞാൻ ഒന്ന് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഈ ആണെങ്കിൽ എതിർത്തിട്ട് ഒന്നും പറയാണ്ട് അവളോട് സേഫ് ആയിട്ട് പോകാൻ പറയുന്നുണ്ടാവേ. അവളും ഹാപ്പി ആയിട്ട് പോകുന്ന സംഭവം നമ്മള് ഹാന് നോക്കി നിൽക്കുന്നുണ്ടാവും. ഹാന് നോക്കുന്നത് സാങ്ങും കാണുന്നുണ്ടാവും. സാങ്ങിനാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം പിടിക്കും. പക്ഷേ അവളാണെങ്കിൽ ഒന്നും പറയില്ലേ. നമ്മളെ ഈ ആണെങ്കിൽ നമ്മളെ സിങ്ങിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ഈന്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. നമ്മളെ സൂ പറഞ്ഞ അവന്റെ സീനിയർ ആയിട്ടുള്ള നമ്മളെ പെണ്ണിന്റെയും സൂന്റെയും മീറ്റിംഗ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അയാളാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഒരു പൈസ തരണമെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ പിള്ളേരുടെ കൈമിൽ ആ ഒരു പൈസ ഉണ്ടാവില്ല. അയാളാണെങ്കിൽ ഇപ്പറും ഈ ഒരു പ്രിന്ററിന് തന്നെ എത്ര ആൾ വിളിക്കുന്നുണ്ടെന്ന് അറിയാം. കണ്ട എനിക്കൊരു കോളും കൂടി വരുന്നുണ്ട്, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്ത് വരുന്നുണ്ട്. നമ്മളെ സൂം സിങ്ങും ആണെങ്കിൽ ഇനി എന്നാടാ നമ്മൾ ചെയ്യുക, നമ്മളെ കൈമിൽ അത്ര പൈസ ഇല്ലല്ലോ, ആരും ഞാൻ വിളിച്ചോക്കോന്നൊക്കെ വിചാരിച്ചിട്ട് അവളെ കോണ്ടാക്ട് ഇങ്ങനെ തപ്പുന്ന ടൈം ആയിരിക്കും. നമ്മളെ ലീന്റെ കോണ്ടാക്ട് അവള് കാണുന്നുണ്ടാവും. നോക്കുന്നത് നമ്മളെ ലീ ആണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് എന്തല്ലോ പർച്ചേസ് ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും. സിങ് ആണെങ്കിൽ വിളിച്ചിട്ട് നമ്മളിങ്ങനെ പ്രിന്റർ വാങ്ങാൻ പോകുന്ന കാര്യം നിനക്കറിയാലോ, അതിന് പൈസ കുറച്ച് ഷോർട്ട് ഉണ്ട്, നിന്റെ കൈമിലുണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിക്കുക. ലീ ആണെങ്കിൽ എത്രയാ വേണ്ടതെന്ന് ചോദിക്കും. അന്നേരം നമ്മളെ സിങ് ആണെങ്കിൽ ഒരു എമൗണ്ട് പറയുമെങ്കിൽ അവൾ വാങ്ങിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒക്കെ നോക്കിയിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു കോള് കട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഒന്നും വാങ്ങാണ്ടായിരിക്കേ വരുന്നുണ്ടാവുക. ഇവളെ പോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്യണോ. ഒരു കോള് കഴിയുന്നപ്പോൾ തന്നെ ഇവന്റെ സീനിയർ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവേ. അങ്ങനെ അവനാണെങ്കിൽ നിങ്ങൾ ഇതിന് ഓക്കെ ആണോ അല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എണീച്ച് പോകാൻ നിൽക്കുന്നത് നമ്മളെ സൂ ആണെങ്കിൽ അയാളെ പിടിച്ചിട്ട് അവിടെ ഇരിപ്പിക്കുന്നുണ്ടാവും. നമ്മളെ സിങ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് നമ്മൾ ഓക്കെ ആണെന്ന് പറയും. അതേ ടൈം അയാളാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സിങ്ങിനെ കൊണ്ട് ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടാവേ. നമ്മളെ സിങ്ങും സൈൻ ചെയ്യുന്നുണ്ടാവും, അയാളും സൈൻ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മളെ സിങ് സൈൻ ചെയ്യുന്ന ടൈം അയാളെ മുഖത്ത് ഇതുപോലത്തെ ഒരു നിഗൂഢ ഭാവമായിരിക്കും ഉണ്ടാവുക. ഈ ഭാവത്തിനകത്ത് തന്നെയല്ലേ പറയാം അങ്ങനത്തെ ഒരു ഭാവം ഉണ്ടാവുക. അതെന്നാ നമുക്കിപ്പോൾ അറിയില്ല. ഇതേ ടൈം ഹാൻ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കണ്ടിട്ട് കണ്ണടയാണെങ്കിൽ എന്നാടാ സംഭവം എന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ നമ്മളെ സിങ്ങിന് ബോയ് ഫ്രണ്ടുള്ള കാര്യം പറയുന്നുണ്ടാവും. അതേ ടൈം കണ്ണടയാണെങ്കിൽ പറയും എന്ത് ബോയ് ഫ്രണ്ടാ, അതൊന്നും നീ പ്രശ്നമാക്കിയേ വേണ്ട, എന്തായാലും അവരെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതുവരെ നിനക്ക് ചാൻസ് ഉണ്ട്. എന്നും നീ അവളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് പിന്നെ ഒരു ചാൻസും ഉണ്ടാവില്ല. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഒരു ചാൻസ് ആക്കിയിട്ട് എടുത്തിട്ട് അവളോട് ക്ലോസ് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിലാണ് നീ പോകുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറയും ഇത് ബാഡ് ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെയും ആലോചിക്കുന്നുണ്ടാവേ. അതിന്റെ മനസ്സിൽ എന്നാ ആലോചിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇതേ ടൈം നമ്മളെ ക്യൂസിന്റെ വീട്ടിൽ കള്ളം കയറിയ പോലെ ഫീൽ ചെയ്തിട്ട് അവള് ഫസ്റ്റ് വിളിക്കുന്നത് നമ്മളെ ഈനെ ആയിരിക്കും. ഈ വരുന്നപ്പോ തന്നെ കള്ളം പോയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അവളെ ഡോർ ആണെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ഡോറിന്റെ നമ്മളെ ഇതല്ലേ ഈ സാധനമില്ല, എനിക്ക് പേര് കിട്ടുന്നില്ല, ആ സാധനമാണെങ്കിലും പോയിട്ടുണ്ടാവും. അതൊക്കെ നന്നാക്കാനുള്ള ആളെയൊക്കെ വിളിച്ചിട്ടായിരിക്കും ഈ വന്നിട്ടുണ്ടാവുക. അങ്ങനെ നന്നാക്കിയൊക്കെ കഴിഞ്ഞിട്ട് അയാളാണെങ്കിൽ പോകുന്ന ടൈം നമ്മളെ ക്യൂസി ആണെങ്കിൽ ഭയങ്കര സഹതാപത്തോട് കൂടിയിട്ട് നമ്മൾ ഈനോട് സംസാരിക്കാൻ നോക്കെ. എന്നിട്ട് അവളാണെങ്കിൽ പറയും നിങ്ങൾക്ക് ഇങ്ങനെ സിങ്ങിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല,
അല്ലേ, അതിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും ഇന്ന് നമ്മളെ 4ാമത്തെ ആനിവേഴ്സറി ആണ്, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നതാണ്, പക്ഷെങ്കിൽ ഒന്നും നടക്കൂല, എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ നമ്മളെ ക്യൂസീനോട് പറയുന്നുണ്ടാവേ. ക്യൂസീൻ്റെ മുഖത്ത് സങ്കടമാണെങ്കിലും അവളെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. കാരണം ഇവർ രണ്ടാളും ബ്രേക്കപ്പ് ചെയ്താലല്ലേ നമ്മളെ ക്യൂസിക്ക് എന്തെങ്കിലും ചാൻസ് ഉള്ളൂ, അതായിരിക്കും അവളെ മൈൻഡിലുണ്ടാവുക. അങ്ങനെ അവനാണെങ്കിൽ എന്തെല്ലോ സംസാരിച്ചിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നേരം അവൾ പറയും ഞാനും കൂടി നിങ്ങളൊപ്പം നടക്കാൻ വന്നോട്ടെ എന്ന് ചോദിക്കും. അവനാണെങ്കിൽ പറയും വേണ്ട, നീ ഇങ്ങനെ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. അങ്ങനെ വീട്ടിലെത്തുന്ന നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കൻ്റെ കൈമിൽ ഫുഡൊക്കെ കൊടുത്തിട്ട് അതെടുത്ത് വെക്ക്, ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചിട്ട് വരുന്ന ടൈമായിരിക്കും അവനാണെങ്കിൽ ഫുഡൊന്നും എടുത്ത് വെക്കാണ്ട് ഇതുപോലെ നിൽക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ ചോദിക്കും എന്നാ കൈമിൽ കാണിക്കെന്ന് പറയുന്ന അതേ ടൈമായിരിക്കും അവനാണെങ്കിൽ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവേ. അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണെങ്കിൽ പറയൂ എനിക്ക് സമ്മതമാണ്, പക്ഷെങ്കിൽ നിനക്കറിയാലോ ഇപ്പം അല്ലേ നമ്മൾ കമ്പനി തുടങ്ങിയത്, അതൊന്ന് സ്റ്റെബിലിറ്റി ആയ ടൈം ഉറപ്പായിട്ട് ഈ ഒരു പ്രപ്പോസൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്ത്, പക്ഷേങ്കിൽ നമുക്ക് കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരേന്ന് ചോദിക്കുക. അവൻ്റെ മുഖം വാടുന്നുണ്ടാവേ, പക്ഷേങ്കിൽ എന്നാലും അവൾക്ക് സങ്കടമാവരുത് എന്നുള്ള രീതിയിൽ അവനാണെങ്കിൽ ഓക്കെ എന്നുള്ള ഭാവത്തിൽ നിൽക്കും. അങ്ങനെ നമ്മളെ സൂ ആണെങ്കിൽ അവൻ്റെ സീനിയർ റൂമിൽ പോയിട്ട് ആ ഒരു പ്രിൻ്ററിൻ്റെ കാര്യം ചോദിക്കാൻ പോവുകയെ. നേരായിരിക്കും അവന് മനസ്സിലാവുന്നുണ്ടാവുക അവൻ്റെ സീനിയർ ആണെങ്കിൽ ഒരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം. എനിക്കത് ആദ്യമേ മനസ്സിലായി, ആ കുരുട്ടിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാക്കും അതൊരു ഫ്രോഡാന്നുള്ളത്. നമ്മളെ സൂനാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ സിങ്ങിനെ വിളിച്ചിട്ട് കാര്യം പറയേ. സിങ്ങിൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസയാണ് അതിങ്ങനെ കള്ളന്മാർ കൊണ്ടുപോകുന്നത്, ഭയങ്കര ദയനീയല്ല. അവളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനൊക്കെ പോകുന്നുണ്ടാവും. അതേ ടൈം ഇവരെ ജൂനിയർ സൈഡിലെ സിയയും ഷെങ്ങും ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവേ. കാരണം അവർക്ക് അവരുടെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല, എന്നാലും അവരെ കഴിവ് തെളിയിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അവരാണെങ്കിൽ ഇവരെ കൂടെ നിൽക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ അതും കൂടി ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവരാണെങ്കിൽ അനലോഗ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഇനി ഇത് പ്രിന്റ് ചെയ്താലേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഡെയിലി വെറുതെ ഇരിക്കുന്നതാണ്, അതും അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. സൂ ആണെങ്കിൽ അവൻ്റെ അച്ഛനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിലും പറയും പൈസേൻ്റെ കാര്യം ചോദിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വിളിക്കുകയോ വേണ്ടെന്ന് പറയുന്നുണ്ടാവേ. അവനും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാവരും പുറത്ത് പോകുന്ന ടൈം സിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുവേ. സിയ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. സിയ ആണെങ്കിൽ സിങ്ങിന് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് അവളോടാണെങ്കിൽ എന്തുണ്ട് പോലീസുകാർ എന്നാ പറഞ്ഞതെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും അത് പോലീസുകാർ പറഞ്ഞത് ഇതൊക്കെ ശരിയാകാൻ കുറച്ച് ടൈം എടുക്കും, മീൻസ് അവർക്ക് അയാളെ കണ്ടുപിടിക്കണ്ടേ, ആ ഒരു കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം സിയ ആണെങ്കിൽ ഒരു ലെറ്റർ എടുത്തിട്ട് കൊടുക്കുക. അത് അവളെ റിസൈൻ ലെറ്റർ ആയിരിക്കും. കാരണം അവൾക്കിങ്ങനെ പണിയെടുക്കാണ്ടും മീൻസ് പൈസയൊന്നും കിട്ടാണ്ടും ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നിയിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇവിടുന്ന് എന്തെങ്കിലും പൈസ കിട്ടിയാൽ മാത്രമല്ലേ അവൾ റെൻറ്റിന് നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണ് പറയും. എങ്ങനെയാണെങ്കിൽ സിയനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അവളാണെങ്കിൽ പറയും നിനക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നത്, നമ്മളെ കമ്പനി ഉറപ്പായിട്ട് ക്ലച്ച് പിടിക്കും, അന്ന് ഞാൻ ഉറപ്പായിട്ട് നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ സിങ് ആണെങ്കിൽ അവിടെ തല ചുറ്റിയിട്ട് വീകുന്നുണ്ടാവുക. അതേ ടൈം സിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയാണ്ട് സിങ് വരെ അറിയാണ്ട് സൂ ആണെങ്കിൽ ഹാനെ കാണാൻ വന്നിട്ടുണ്ടാവേ. ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇവനാണെങ്കിൽ ആ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും സിയേൻ്റെ കൈമിൽ നിന്ന് കോള് വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ എന്ത് സിങ് ആണെങ്കിൽ തലചുറ്റി വീണോന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഹാനും നമ്മളെ സൂ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നതായിരിക്കും. സംഭവം നമ്മളെ സിങ് ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നില്ലേ, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമായിരിക്കും. ഡോക്ടർ ആണെങ്കിൽ ഇനി മുതൽ അവക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഉറക്കും ഭക്ഷണം ഒക്കെ കിട്ടണം, ഒരു സ്ട്രെസ്സും അവൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. അങ്ങനെ ഹാൻ ആണെങ്കിൽ അവളെയും കണ്ടിട്ട് പുറത്തേക്ക് വരുന്ന ടൈം നമ്മളെ സൂ ആണെങ്കിൽ വന്നിട്ട് പിന്നെയും ഹാനിനോട് ഹെൽപ്പ് ചോദിക്കുക. എന്നിട്ട് സൂ ആണെങ്കിൽ പറയും നമ്മളിപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, നീയും സിങ്ങും ആണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സ് അല്ലേ, അതിൻ്റെ പേരിലെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുക. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയും നിങ്ങൾക്ക് രണ്ടാക്കും ഞാൻ ഒരു ഓഫർ തന്നെ, എൻ്റെ കമ്പനിയിലേക്ക് വരിക, അത് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ്സാണ്. ഇപ്പം കണ്ടില്ലേ ഒരു ചെറിയ ടെൻഷൻ വന്നാൽ തന്നെ അവൾക്ക് ഇത്ര ക്ഷീണമായി. അപ്പോൾ നീ ആലോചിച്ച് നോക്കിയാൽ ഞാൻ എങ്ങനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഹാൻ അവിടുന്ന് പോകുന്നുണ്ടാവേ. ഹാനിൻ്റെ ഈ കളി കാണുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. നമ്മളെ സൂനാണെങ്കിൽ എന്നാൽ ചെയ്യേണ്ടതെന്ന് വരെ തിരിയുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മൾ ഈ ചെക്കനിലെ അവനും എന്തോ ഒരു ഫാമിലി പ്രോബ്ലത്തിൽ നിൽക്കുന്നതായിരിക്കും, അവനും എന്തല്ലോ പൈസ വേണ്ട വരും. ഇതൊക്കെ അവിടെ വന്നാൽ നമ്മളെ ക്യൂസി കേൾക്കുന്നുണ്ടാവേ. ക്യൂസി ആണെങ്കിൽ എന്നാ ഏതാന്ന് നോക്കി നമ്മളെ ഈനോട് ചോദിക്കുമ്പോൾ അവൻ പറയാൻ തയ്യാറാവുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ പൈസേൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നേരം ഇതാ കിട്ടിയ അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ അവളെ കാർഡ് അവന് കൊടുക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ വേണ്ടെന്നൊക്കെ പറയുന്നേരം അവളാണെങ്കിൽ
ആണെങ്കിൽ പറയും ഇത് നീ വെച്ചോ, നമ്മളൊക്കെ സ്കൂൾ മേറ്റ് അല്ലേ, അത് മാത്രമല്ല സിംഗ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയേ. ഈയും ആ ഒരു സാഹചര്യത്തിൽ പൈസ കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ അറിഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം. അതേ ടൈം നമ്മളെ പെണ്ണിനെ കാണേണ്ടിയിട്ട് ലീലി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. എനിക്ക് ലീലിൻ്റെയും സിംഗിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ലീലിനെ കാണാനും ക്യൂട്ടാണ്, അവളെ സ്വഭാവവും നല്ലതാണ്. ഇങ്ങനെ ലീലി ആണെങ്കിൽ നമ്മളെ സൂനോട് പോയിക്കോന്നു പറഞ്ഞിട്ട് ലീലി നമ്മളെ സിംഗിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടാവേ. എന്നിട്ട് നമ്മളെ സിംഗ് ആണെങ്കിൽ എണീക്കുന്നേരം ലീലി ആണെങ്കിൽ പറയും ഇനി മുതൽ സ്ട്രെസ് ഒന്നും എടുക്കാണ്ട് മര്യാദയ്ക്ക് ഇരുന്നോളണം, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറയുമ്പോൾ സിംഗ് ആണെങ്കിൽ പറയും എടി ഞാൻ എങ്ങനെയെങ്കിലും നിന്റെ പൈസ തരാമെന്ന് പറയേ. ലീലി ആണെങ്കിൽ പറയും എടാ നമ്മൾ ഫ്രണ്ട്സ് ആണ്, നിനക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും, അത് നിനക്ക് എപ്പാണ് ഉള്ളത് എന്നേരം തന്നാൽ മതി, നീ തന്നിട്ടില്ലെങ്കിലും ആ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയും. എന്നിട്ട് ലീലി ആണെങ്കിൽ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നിട്ട് നമ്മൾ സിംഗ് ഹാ എന്ന് പറയേ. അതുകൊണ്ട് തന്നെ നമ്മളെ ലീലി അവൾക്ക് ഫുഡ് വാങ്ങാൻ പോകൂ. അവൾ അവിടുന്ന് പോകുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഫോൺ നോക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ ഈ ആണെങ്കിൽ കുറേ വിളിച്ചിട്ടുണ്ടാവും, മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അവനാണെങ്കിൽ അത്യാവശ്യമായിട്ട് പൈസ വേണം, നിന്റെ കൈമിലുണ്ടോന്ന്. പക്ഷേങ്കിൽ നമ്മളെ ക്യൂസി ആണെങ്കിൽ അവർ പൈസ കൊടുത്തിട്ടില്ലേ. ആ ടൈം അവനാണെങ്കിൽ എനിക്ക് പൈസ കിട്ടി ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ വിളിച്ചിട്ട് എന്നാടാ പറ്റിയ, ഫാമിലിക്ക് എന്ന പ്രോബ്ലം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ പറയും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പൈസ തന്നിന്, അതുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് എന്ന് പറയും. ക്യൂസിന്റെ പേര് അവിടെ പറയുന്നുണ്ടാവില്ല. അങ്ങനെ അവളാണെങ്കിൽ അവളിങ്ങനെ ഹോസ്പിറ്റലാണെന്ന് പറയാൻ നിൽക്കുന്ന അതേ ടൈം ഈ ആണെങ്കിൽ പറയും നീ ഇങ്ങനെ ബിസി അല്ലേ, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവനൊരു കോള് കട്ട് ചെയ്യുന്നുണ്ടാവേ. അവൾ എന്നാ പറയുന്നെന്ന് വരെ അവൻ കേൾക്കാൻ നിൽക്കുന്നുണ്ടാവില്ല. നമ്മളെ പെണ്ണിനെ സങ്കടം കഴിയാണ്ട് കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും. എടുക്കാൻ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ റെസ്റ്റ് ഒന്നും എടുക്കുന്നുണ്ടാവില്ല, രാവും പകലും ഇല്ലാണ്ട് പണി എടുത്തോണ്ട് നിൽക്കുന്നുണ്ടാവും. അവള് മാത്രമല്ല സൂ അങ്ങനെയായിരിക്കും. അതേ ടൈമായിരിക്കും ഇവരെ ഒരു സ്റ്റാഫായിട്ടുള്ള ഷെങ്ങില്ലേ, അവനാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് നല്ലോണം റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്നുണ്ടാവുക. അവളാണെങ്കിൽ പറയൂ ഈ ഒരു പ്രാവശ്യം നിനക്ക് സാലറി തരാൻ നമ്മളെ കൈമിൽ പൈസ ഇല്ല, പക്ഷേങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട് നമ്മൾ കൈമിൽ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്റെ സാലറി തരും എന്നുള്ള കാര്യത്തിൽ എന്ന് പറയേ. അതേ ടൈം ഷെങ്ങാണെങ്കിൽ പറയും എനിക്ക് നമ്മളെ കമ്പനിയിൽ ഒരുപാട് വിശ്വാസമുണ്ട്, നിങ്ങൾ രണ്ടാളും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ കുറച്ച് റെസ്റ്റും കൂടി എടുക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷെങ് അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ പെണ്ണും ഈ ഒരു ഷെങ്ങിൻ്റെ സപ്പോർട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേ ടൈം ആയിരിക്കും ഒരു കോൺഫിഡൻ്റ് ഇല്ലാണ്ട് നമ്മൾ സൂ ആണെങ്കിൽ വന്നിട്ട് നമുക്ക് ആ ഒരു ഹാനിൻ്റെ ഓഫർ സ്വീകരിച്ചാലോ, അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പം പറയുന്ന സംഭവങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ്റെ കസിൻ ഇല്ലേ, അതായത് യുവാൻ, അവളാണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവുക. നാളെ അവരെ കമ്പനിയിൽ വന്നിട്ട് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ പെണ്ണും അതിന് ഓക്കെ പറയൂ. ഒരു സിംഗ് ആണെങ്കിൽ യുവാനെ കാണാൻ വന്ന സംഭവം ടാങ് ആണെങ്കിൽ ഹാനിനോട് പറയുന്നുണ്ടാവേ. ഹാൻ ആണെങ്കിൽ വലിയ മൈൻഡ് കൊടുക്കുന്നുണ്ടാവില്ല. ടാങ് ആണെങ്കിൽ പറയൂ ഇൻ കേസ് യുവാൻ ആണെങ്കിൽ സിംഗിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നീയും ആ ഒരു സിംഗും തമ്മിലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അതിനെ ബാധിക്കും എന്ന് പറയേ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും ആ ഒരു ഇഷ്ടമില്ല, ആ ഒരു ഇഷ്ടത്തിനെ ബാധിക്കും എന്ന് പറയൂ. എന്നാലായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ എന്തല്ലോ തിങ്ക് ആക്കുന്നുണ്ടാവുക. മൂപ്പറ മൈൻഡിൽ എന്താണെന്ന് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ കാണുന്നത് യുവാനും സിംഗും സംസാരിക്കുന്നതായിരിക്കും. യുവാൻ ആണെങ്കിൽ നല്ലൊരു ഓഫർ ആയിരിക്കും സിംഗിന്റെ മുന്നിൽ വെക്കുന്നുണ്ടാവുക. ആ ഒരു ഓഫർ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സിംഗും സൂവും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നാലും നമ്മളെ സിംഗിന്റെ മൈൻഡിൽ ഒരു പേടി ഉണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ കമ്പനി ആണെങ്കിൽ ബിൽഡ് ആയിട്ട് വരുന്ന ടൈം ഈ ഒരു ഇൻവെസ്റ്റേഴ്സിന് നമ്മളെ കമ്പനിയിലത്തെ ആദ്യം ഉണ്ടായ സ്റ്റാഫ്സിനില്ലേ ആ ഒരു സ്റ്റാഫിനെ മാറ്റാനുള്ള ഒരു അവകാശം ഉണ്ടാവുമായിരിക്കും. അതിന്റെ പേരിലായിരിക്കും നമ്മളെ പെണ്ണിനെ പേടി. അവളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറ്റൂലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെങ്കിൽ യുവാൻ കൊടുക്കുന്നുണ്ടാവില്ലേ. അതിന്റെ കാര്യത്തിൽ നമ്മളെ പെണ്ണ് ഭയങ്കര വറീഡ് ആയിരിക്കും. യുവാൻ ആണെങ്കിൽ പറയും നിങ്ങൾ ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും നാളെ രാവിലെ 10 മണിക്കുള്ളിൽ എന്നോടൊരു ആൻസർ പറയണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവരെ പറഞ്ഞു വിടുന്നുണ്ടാവുക. ഇവരാണെങ്കിൽ ഇവരെ കമ്പനിയിൽ എത്തിയവിടെ സൂ ആണെങ്കിൽ പറയും നമുക്ക് ഇതിനെയും കാട്ടി വലിയൊരു ഓഫർ കിട്ടാനേ ഇല്ല, ഇത് നീ തടസ്സപ്പെടുത്താൻ പോകുന്നതോ, നമ്മൾ എത്ര ഹാർഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്കറിയില്ലേ, പിന്നെ എന്നാ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുക. അതേ ടൈം നമ്മൾ സിംഗ് ആണെങ്കിൽ പറയും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടിയുള്ള ആൾക്കാർ എത്രത്തോളം കഷ്ടപ്പെടുന്നത് നിനക്ക് നല്ലോണം അറിയാം, ഞാനാണെങ്കിൽ അവളോട് നമ്മളെ പിള്ളേരെ മാറ്റൂലല്ലോ എന്ന് ചോദിച്ചാലോ അവൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറേ തന്നിട്ടില്ല, പിന്നെ എങ്ങനെ നമ്മൾ എന്താ പറയുക ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുമെന്നൊന്ന് ചോദിക്കുക. പക്ഷേങ്കിൽ സൂനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ട് ഇവർ രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ സിംഗ് ആണെങ്കിൽ എല്ലാവരെ കൊണ്ടും ആലോചിക്കുന്നുണ്ടാവേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ ഇപ്പൊ പോ, ഞാൻ ഇന്ന് ആലോചിച്ചിട്ട് നിന്നോട് പറയാമെന്ന് പറയും. ഈ ഒരു ക്യാമറയാണെങ്കിൽ മാറിയിട്ട് നമ്മൾ സൂവിനെയും സിംഗിനെയും ഹാനിനെയും ടാങ്ങിനെയും യുവാനെയും എല്ലാവരെയും കാണിക്കുന്നുണ്ടാവേ. അതായത് 10
10 മണിക്ക് മുന്നേ നമ്മളെ പെണ്ണ് എന്താ മറുപടി പറയുമോന്ന് അറിയേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10 മണിയല്ല, ഒരു 9:30 ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് നേരെ യുവാന്റെ അടുത്തേക്ക് പോകും. ഒരു കാര്യം കാണുന്നേരം നമ്മളെ യുവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ടാവേ. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ ഇത് യുവാന്റെ അടുത്ത് എത്തുന്നുണ്ടാവുക. യുവാനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ യുവാന്റെ മുഖത്തും ഒരു ചിരി ഉണ്ടാവും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ടാങ് ആണെങ്കിൽ നമ്മളെ ഹാനിന്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയൂ, ആ ഒരു സിങ് ആണെങ്കിൽ ഈ ഒരു യുവാന്റെ ആ ഒരു പ്രൊജക്റ്റ് ഇല്ലേ, പ്രൊജക്റ്റ് അല്ല, ആ ഒരു കോർപ്പറേഷൻ ഇല്ലേ, ആ ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ റിജക്ട് ചെയ്തെന്ന് പറയൂ. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെ ഹാൻ ആണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിന്റെ കമ്പനിയിലേക്ക് വരാൻ പറയൂ. ടൈമിൽ തന്നെ നമ്മളെ സിങ് ആണെങ്കിൽ ഹാനെ വരുന്നതൊന്നും അറിയാണ്ട് അവളെ ഒരു കമ്പനിയിലേക്ക് വരുന്നുണ്ടാവേ. എന്നാലായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ടാവുക. നമ്മളെ സിങ് ആണെങ്കിൽ യുവാനെ കാണാൻ പോയിട്ടില്ലേ, അതേ ടൈമിൽ തന്നെ അവളാണെങ്കിൽ അവരെ ഒരു പ്രപ്പോസൽ ഇവള് റിജക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ടാവേ. അതേ ടൈം യുവാനാണെങ്കിൽ എന്നാ പ്രശ്നം എന്ന് ചോദിക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ പേടി പറയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുവാനാണെങ്കിൽ ഇതുപോലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഫ്യൂച്ചറിലെത്തിയാലും ആ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടാക്കിയ ആ ഒരു ഫൗണ്ടർ ഇല്ലേ, ആ ഒരു ഫൗണ്ടർ തന്നെ ഈ ഒരു യുവാനാണെങ്കിൽ മാറ്റിയിട്ടുണ്ടാവേ. ആ ഒരു കാര്യം നമ്മളെ പെണ്ണിന് അറിയായിരിക്കും. അതായിരിക്കും അവളെ പേടി. ഈ ഒരു കാര്യം നമ്മളെ പെണ്ണ് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ യുവാൻ കൊടുക്കുന്നുണ്ടാവില്ല, എന്താ ലോഡായിപ്പ് പറയുന്നുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കും ഇവളാണെങ്കിൽ ആ ഒരു സംഭവം റിജക്ട് ചെയ്തിട്ടുണ്ടാവുക. അതും ആലോചിച്ചിട്ട് നമ്മളെ പെണ്ണ് അവിടെ നിൽക്കുന്നവരായിരിക്കും ഹാൻ വന്നിട്ട് അവളോട് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുക. ഒരു യുവാനാണെങ്കിൽ എന്ത് പ്രപ്പോസലാണോ നമ്മളെ പെണ്ണിന്റെ മുന്നിൽ വെച്ചത് അതേ സെയിം എമൗണ്ടും കാര്യങ്ങളായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ മുന്നിൽ വെക്കുന്നുണ്ടാവുക. യുവാനാണെങ്കിൽ ഇവരെ കമ്പനിയിലത്തെ ആ ഒരു ഫൗണ്ടർ നമ്മളെ പെണ്ണ് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു സംഭവം റിജക്ട് ചെയ്തത്. പക്ഷെങ്കിൽ നമ്മളെ ഹാൻ ആണെങ്കിൽ ആ ഒരു സംഭവം നമ്മളെ പെണ്ണിന് ഉറപ്പ് കൊടുക്കുന്നുണ്ടാവേ. അതുകൊണ്ട് തന്നെ ഒരിക്കലല്ല, ഒരു 10-15 ഓട്ടം തിങ്ക് ആക്കിയിട്ടായിരിക്കും അവളാണെങ്കിൽ ഈ ഒരു കോർപ്പറേഷന് ഓക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും കൈ കൊടുത്തിട്ട് അവിടുന്ന് പിരിയുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ മിസ് ഹേനെ കാണാൻ പോകുന്നതായിരിക്കും. ഈ ഒരു പെണ്ണുങ്ങൾ ആരാണെന്ന് വെച്ചാൽ ഓരോ കമ്പനിക്കും ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതിലൊരാളായിരിക്കും. അതായത് ഞാനൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമല്ല അത് ജയിക്കുള്ളൂ. അങ്ങനത്തെ ഒരു അംഗമായിരിക്കും നമ്മളെ മിസ് ഹേ. കഴിഞ്ഞ വർഷം നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ പ്രപ്പോസൽ വെച്ചേരം ഈ ഒരു ഹേ ആണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവേ. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഇപ്പൊ ഹേനെ വിളിച്ചിട്ടുണ്ടാവും. വെറുതെ വിളിച്ചതായിരിക്കില്ല, നാളെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. ആ ഒരു മീറ്റിംഗിലായിരിക്കും ഹാന് നമ്മളെ സിങ്ങിന്റെ കാര്യം പറയാനിരിക്കുന്നുണ്ടാവുക. ആ ഒരു മീറ്റിംഗിൽ ഈ ഒരു ഹേയും കൂടിയിട്ട് ആ ഒരു സിങ്ങിന്റെ കാര്യത്തിന് ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയേണ്ടിട്ടായിരിക്കും ഈ ഒരു പെണ്ണുങ്ങളെ ഇപ്പം വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക. അതേ ടൈം പെണ്ണുങ്ങളാണെങ്കിൽ നമ്മളെ സിങ്ങിൽ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത കാര്യം പറയുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ പറയും എന്റെ കസിൻ ആയിട്ടുള്ള യുവാൻ വരെ അവൾക്കൊരു പ്രപ്പോസൽ കൊടുത്തിന് അതുവരെ അവൾ റിജക്ട് ചെയ്ത്. എന്നിട്ടും അവൾ ഞാനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അവൾ എത്രത്തോളം ബുദ്ധിശാലിയാന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ തിങ്കാക്കി നോക്കിയാന്ന് പറയേ. ഇവൻ ഇതൊക്കെ പറയുന്ന ടൈം ഈ ഒരു ഹേന്റെ മനസ്സിൽ എന്തെല്ലോ കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്നും ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ഹേ എന്നാ പറഞ്ഞെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. പിറ്റേ ദിവസത്തെ മീറ്റിംഗിൽ നമ്മളെ ചെക്കന് നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ആ ഒരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു വോട്ട് നമ്മളെ ചെക്കന് കിട്ടിയിട്ടുണ്ടാവേ. ആ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന നമ്മളെ യുവാനും യുവാന്റെ അച്ഛനായിട്ടാ തോന്നുന്നത്. ആരെന്ന് ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. അവരെ രണ്ടാളായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഈ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഇയാളാണെങ്കിൽ ഭയങ്കര വറീഡ് ആയിരിക്കും ഈ ഒരു കാര്യം അപ്രൂവ് ചെയ്തത് കൊണ്ട് തന്നെ. അതേ ടൈം യുവാൻ ആണെങ്കിൽ പറയൂ ആകെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. നമ്മളെ പെണ്ണിന്റെ പുതിയ കമ്പനീന്റെ പേരെന്നറിയാം സിങ് ജെൻ. അതായത് നമ്മളെ പെണ്ണിന്റെ സിങ്ങും അവളെ കാമുകനായിട്ടുള്ള ചെന്ന്, അതായത് ഈ ചെന്നിന്റെ ചെന്നും വെച്ചിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. അപ്പൊ ഈ ഒരു യിങ് ചെന്ന് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് ആകെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിന് മുന്നോട്ട് പോകാൻ ഒരുപാട് കടമകളുണ്ട്. അവിടുന്ന് എവിടുന്നെങ്കിലും എനിക്ക് അവളെ അടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. യുവാന്റെ മനസ്സിൽ നമ്മളെ പെണ്ണിനെ തളർത്താൻ ഒരുപാട് പ്ലാനുകൾ ഓടുന്നുണ്ട്. യുവാനെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നല്ല, യുവാന്റെ ബുദ്ധി നമുക്ക് അറിയാലോ. കാരണം ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം ബുദ്ധി വേണം, അതൊക്കെ നമ്മളെ യുവാനുണ്ട്. നമ്മളെ പെണ്ണിനെ അടിച്ചിരുത്താനുള്ള ബുദ്ധിയുണ്ട്. ഇനി എന്തെല്ലാവും ദൈവത്തിനറിയാം. ഇങ്ങനെ നമ്മളെ സിങ് ആണെങ്കിൽ അവളെ ഈനെ കൂട്ടേണ്ടിട്ട് എയർപോർട്ടിൽ പോകുന്നുണ്ടാവേ. അവനെ കണ്ടവൾ അവളിത് ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ കൊടുത്ത റിങ് അവൾ ഇട്ട കാര്യം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. അവനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, നമ്മളെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റെഡിയായി, നാളെ ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകാൻ നിൽക്കുന്നവർ അവനാണെങ്കിൽ പറയും നിനക്ക് നാളത്തേക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും, നീ നിന്റെ വഴി നോക്കിയിട്ട് പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പോയിക്കോളും, എനിക്ക് കുഴപ്പമില്ല എന്നു പറയേ. അവളാണെങ്കിൽ നിനക്കിങ്ങനെ ദേഷ്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ഈ ആണെങ്കിൽ അവളെ സമാധാനപ്പെടുത്തിയിട്ടായിരിക്കും അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക.
അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി ഒരു ചെക്കൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ടാവേ. അവളാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് കണ്ടപാട് സൈൻ ചെയ്യുന്നുണ്ടാവും. അവനാണെങ്കിൽ നിനക്കൊന്ന് വായിച്ചു നോക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും, നീ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ, അത് നീ എത്രത്തോളം തിങ്ക് ചെയ്തിട്ട് എടുത്ത തീരുമാനമെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, എനിക്ക് വായിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഹാപ്പി ആയിട്ട് സൈൻ ചെയ്യുന്നുണ്ടാവേ. അതേ ടൈമും അവളെ കൈമിൽ ആ ഒരു മോതിരമുണ്ട്. നമ്മളെ ചെക്കനാണെങ്കിൽ ഇവള് സീല് ചെയ്യാൻ നിൽക്കുന്ന ടൈം അങ്ങോട്ടേക്ക് വരുന്നേരം അവളെ കൈമിലത്ത ഒരു മോതിരം കാണും. അത് കാണുമ്പോൾ തന്നെ അവന് സങ്കടാവുന്നുണ്ട് അവർക്കും. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ അവൾക്ക് കൺഗ്രാജുലേഷനും കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോകുകയെ അവൾ പോയിട്ടും അവൻ്റെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടാവും. അങ്ങനെ രാത്രി ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ടൈമായിരിക്കും അങ്ങോട്ടേക്ക് ആ ഒരു സാങ് വരുന്നുണ്ടാവുക. ഇവന് വേണ്ടിയിട്ട് എന്തെല്ലാം തിന്നാൻ കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അവളെ ഉദ്ദേശം ഇവനെ കാണാനെന്നുള്ള കാര്യം നമുക്കറിയാലോ. എന്നിട്ട് അവളാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ബേ എന്ന് പറഞ്ഞില്ല പ്രൊജക്റ്റിലെ അതിൻ്റെ phase 1 മാത്രമാണല്ലോ അവൾ ചെയ്തത്. phase 2 ഇപ്പോൾ ബാക്കിയാണല്ലോ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ ഒരു സാങ് കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ആ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്. അവ നമ്മളെ ചെക്കനും ആ ഒരു പ്രപ്പോസൽ വായിച്ചിട്ട് മോശമില്ല എന്നതും പറയുന്നുണ്ടാവും. പക്ഷേ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവനിപ്പോൾ പറയുന്നുണ്ടാവില്ല. ഇതേ ടൈം സാങ് ആണെങ്കിൽ പറയും, നീ ഇങ്ങനെ സിങ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, ആ ഒരു സിങ് നിന്റെ ഫ്രണ്ട് ആയത് കൊണ്ടാണ് നീ ഒരു കാര്യം ചോദിച്ചെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും, ഞാൻ ഒരിക്കലും ബിസിനസ്സിൽ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിടൂല, അത് മാത്രമല്ല അവളെൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ബിസിനസ് എന്ന് വെച്ചാൽ ബിസിനസ്സാണ്. പ്രൊജക്റ്റിന്റെ ക്വാളിറ്റി കണ്ടത് കൊണ്ട് മാത്രമാണ് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നത്. നിന്റെ പ്രൊജക്റ്റ് നല്ലതാണെങ്കിൽ നിന്നിലും ചെയ്യൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്യൂ എന്ന് പറയും. ഇത് നമ്മളെ സാങ് വിചാരിച്ചിട്ടുണ്ടാവൂലേ. സാങ് അധികം ഒന്നും പറയാണ്ട് വായും പൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പിള്ളേർക്കാണെങ്കിൽ അവരെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവേ. പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലായിരിക്കും. നമ്മളെ പെണ്ണിന്റെ കഥ ഞാൻ പറയണ്ടല്ലോ, എത്ര കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവുക. അതിന്റെ ഹാപ്പിനെസ് എന്തായാലും അവക്കുണ്ട്. അവളാണെങ്കിൽ നമ്മളെ പിള്ളേരോട് പറയും, ഞാനാണെങ്കിൽ ഇങ്ങനെ ടാക്സ് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും, നിങ്ങളെ പണി കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയിക്കോന്ന് പറയും. അങ്ങനെ നമ്മളെ പിള്ളേരാണെങ്കിൽ അവരെ പണിയെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും. ലീനെ കാണുന്നുണ്ടാവുക. ലീ ആണെങ്കിൽ സിങ്ങിനെ കാണാൻ വന്നതായിരിക്കും. അതേ ടൈം നമ്മളെ ലീൻ്റെ ജോബ് പോയിട്ടില്ലേ, ആ ഒരു കാര്യം സിങ് പറഞ്ഞിട്ട് സൂ അറിഞ്ഞിട്ടുണ്ടാവും. സൂ ആണെങ്കിൽ നമ്മളെ ലീനെ സമാധാനപ്പെടുത്താൻ നോക്കുന്നവരോ, നമ്മളെ ലീ ഒരു കൂൾ പേഴ്സൺ ആണെന്ന് നമുക്കറിയാലോ. ലീ ആണെങ്കിൽ പറയും, അതൊക്കെ നീ എന്നെ സമാധാനപ്പെടുത്തണ്ടെന്ന് പറയേ. എന്നിട്ട് അവളാണെങ്കിൽ അവളെ കൈമിലാണെങ്കിൽ കുറേ ഇൻവെസ്റ്റേഴ്സും അങ്ങനെയുള്ള ക്ലയൻസിൻ്റെ നമ്പർ ഉണ്ടാവേ. ആ ഒരു നമ്പറല്ല ഡീറ്റെയിൽസ് ഉണ്ടാവും. ആ ഒരു ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ സൂവിൻ്റെ കൈമിൽ കൊടുക്കുക. ഇതേ ടൈം സൂ ആണെങ്കിൽ പറയും, ലീ നീ ഇങ്ങനെ സങ്കടത്തിലാണെങ്കിൽ ഞാൻ നിനക്കൊരു കമ്പനി തന്നാലോ, അടുത്ത ആഴ്ച നമുക്കൊരു സിനിമക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നവരോ. ലീ ആണെങ്കിൽ പറയും, നിന്നെ പോലെ കുറേ ആൾക്കാർ എന്നെ സിനിമക്ക് വിളിച്ചിട്ട് എനിക്ക് സിനിമക്കൊന്നും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ മൈൻഡ് ആക്കാണ്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷെങ് ആണെങ്കിൽ പറയൂ, എന്നാ മോനെ പെമ്പിളറെ വളക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമില്ല, നീ അവളെ എന്നും ട്രൈ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. നമ്മൾ സൂ ആണെങ്കിൽ പറയൂ, അവൾ പറഞ്ഞത് അവൾ ബിസിയാണ്, അവൾക്ക് താല്പര്യമില്ല അങ്ങനെയല്ലേ, അല്ലാണ്ട് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നല്ലല്ലോ. ആ ബോയ് ഫ്രണ്ട് ഇല്ലാത്തത് തന്നെ എനിക്ക് കിട്ടിയൊരു ഹോപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ സൂ സമാധാനിക്കുന്നുണ്ടാവും. പക്ഷേ ഏത് വഴിക്കെത്തും ദൈവത്തിനറിയാം. അങ്ങനെ നമ്മളെല്ലാം ഈ നേരെ ഒരു പബ്ബിലായിരിക്കേ പോകുന്നുണ്ടാവുക. അങ്ങനെ അവൾ അവിടുന്ന് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്ന ടൈമായിരിക്കും നമ്മളെ കണ്ണട അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. കണ്ണടനെ കണ്ടവട് വാട്ടേ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന ടൈമായിരിക്കും. കണ്ണട പറയുന്നുണ്ടാവുക, ഞാൻ നിന്നെ പരുതിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പബ്ബിൻ്റെ ആ ഒരു ഓണറാ കാശറ ആരോ ഒരാൾ ഇവൻ്റെ ഫ്രണ്ട് ആയിരിക്കും അങ്ങനെ അറിഞ്ഞതാണെന്ന് പറയേ. അവളാണെങ്കിൽ നീ എന്തിനാ അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്ത് അതുകൊണ്ട് എന്ന് പറയും. പിന്നെ നമ്മൾ കാണുന്നത് ഇവരെ രണ്ടാളും ഇതുപോലെയൊക്കെ നിൽക്കുന്നതായിരിക്കും. എന്നാൽ സംഭവം ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ സൂനെ കൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്, എനിക്ക് പ്രത്യേകിച്ചിട്ട്. നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുന്നപ്പോൾ തന്നെ ഈ ആണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവേ. അവളും ഭയങ്കര ഹാപ്പിയിലായ ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, നാളെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്, അതിൽ നമ്മളെപ്പോലത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിയിലത്തെ ആർക്കും പോകാൻ പറ്റില്ല. പക്ഷെങ്കിൽ എൻ്റെ ഇൻവെസ്റ്ററെ കൊണ്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എനിക്ക് കൂടി ഞാൻ വാങ്ങി ആ ഒരു മീറ്റിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ സംടൈംസ് നമ്മളൊരു രാത്രി തന്നെ വലിയൊരു റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര
എക്സൈറ്റഡ് ആയിരിക്കുക. അവനാണെങ്കിൽ പറയും നീ വർക്കൊക്കെ ചെയ്യുന്നത് ശരി, പക്ഷേങ്കിൽ ഓവർ ടൈം ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ഉപദേശിച്ചോട് നിൽക്കുന്നുണ്ടാവേ. നമ്മളെ സിംഗ് ആണെങ്കിൽ എല്ലാം കേട്ട പാവം നടിച്ചിട്ട് രാത്രിയാകുമ്പോൾ പണിയെടുക്കുന്നുണ്ടാവും. ഇതും കണ്ടുകൊണ്ടിരിക്കും. ഈ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഈ ചീത്ത പറയാ നിൽക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഇല്ല എല്ലാം നിർത്തി നിന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പ്യൂട്ടർ അവിടെ ഓഫ് ആക്കുന്നുണ്ടാവേ. എന്നിട്ട് അവളാണെങ്കിൽ പറയും നമുക്ക് രണ്ടാക്കും ഒപ്പം ഒരു സിനിമ കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അവനും ഓക്കെ പറയുന്നുണ്ടാവും. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് സിനിമ കാണുന്ന ടൈം അവളാണെങ്കിൽ അവളെ ഫ്യൂച്ചർ പ്ലാൻസിനെ കൊണ്ടൊക്കെ പറയുന്നുണ്ടാവേ. ഇവളെ കമ്പനിയല്ല, നമ്മളെ ഈയും നമ്മളെ പെണ്ണുള്ള ഫ്യൂച്ചർ പ്ലാനും. ഞാനാണെങ്കിൽ നിന്റെ അച്ഛനെ കാണാൻ വരുമ്പോൾ അച്ഛന് ഇഷ്ടമുള്ള ടീൻ്റെ പൗഡർ വാങ്ങിയിട്ട് വരും, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഈ ആണെങ്കിൽ വലിയൊരു മൈൻഡൊന്നും ഇല്ലാണ്ട് അവളോട് സിനിമ കാണാൻ പറയുന്നുണ്ടാവേ. അത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനും കുറച്ച് സങ്കടമാകുന്നുണ്ടെങ്കിലും വേറൊന്നും അവൾ പറയുന്നുണ്ടാവില്ല. അങ്ങനെ ഇവർ രണ്ടാളും ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. നമുക്കും വേഗം ഒപ്പരം ഒന്നിച്ചിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നാലും നമുക്ക് വേഗം തീർക്കാൻ നോക്കാം. അതുമാത്രമല്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊന്നിനും സമയം തികയുന്നില്ല. നമ്മോ ഓക്കെ ശരിയാകുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.